നമസ്കാരം. CPM-ന് ഒരു മുസ്ലിം വിരോധം കടന്നുകൂടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം SDPA-യോടും ജമാഅത്തെ ഇസ്ലാമിയോടും കാട്ടുന്ന ഒരു സമീപനമുണ്ട്. ഒരു തീവ്ര സമീപനമാണ് സത്യത്തിൽ CPM പുലർത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കുറച്ച് നാളിന് മുൻപ് CPM-ന് ഇസ്ലാമിക് പ്രീണനം കുറച്ച് കൂടിപ്പോകുന്നുണ്ട് എന്നൊരു ശക്തമായ വിമർശനം വന്നിരുന്നു. ആ വിമർശനത്തെ മറികടക്കാൻ വേണ്ടി CPM ഇപ്പോൾ അങ്ങനെ ഒരു അടവ് നയം സ്വീകരിച്ചിരിക്കുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കണ്ണ് കീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. SDPA-ക്കാരോടും അതേ മനോഭാവം. ഇപ്പം ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ ഇവിടെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരെല്ലാം തീവ്രവാദികൾ. അതിനകത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏതോ 1-2 പേര് കടന്നുകൂടി. അതുകൊണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു അവനകത്ത് വരുന്ന മുഴുവൻ തീവ്രവാദികളാണെന്ന്. അതിനെ പലരും എതിർത്തിട്ടുണ്ട്. പിന്നീട് അതിനെ വലിയ ചർച്ചയാക്കണ്ട എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ രീതിയിൽ മുസ്ലിം നാമധാരികളെ തീവ്രവാദികളെന്ന് മുദ്രകുത്താൻ മാത്രം വിവരം കെട്ടവരായി പോയോ CPM-കാർ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്നത് എന്തിനു വേണ്ടി? ഇത് ലീഗ് ഇവരുമായി കൂട്ടുപിടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയും SDPA-യുമായിട്ടും ഒക്കെ കൂട്ടുപിടിക്കുന്ന ലീഗ് കൂട്ടുപിടിക്കാൻ ചെല്ലുമ്പോൾ അവരെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് SDPA-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് നേടിക്കൊണ്ടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരെ ഇവിടെ ഉണ്ടായി. ഇതൊക്കെ CPM-ൻ്റെ ഒരു പുതിയ ഒരു രീതിയാണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ CPM മുസ്ലിങ്ങളെ പാടെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ CPM ക്രിസ്ത്യനിലെ ഒരു പുതിയ വിഭാഗമുണ്ട്, കാസ എന്ന് പറയും. എന്താണ് കാസ? തീവ്ര ക്രിസ്ത്യൻ നിലപാടുകളോടുകൂടി മുസ്ലിങ്ങളെ വർഗശത്രുക്കളായി കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് കാസ. പുതിയൊരു സംഘടനയാണ്. ഏകദേശം 2-3 കൊല്ലമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു രൂപീകരണമൊക്കെ നടന്നിട്ട്. അപ്പോൾ ഈ കാസയുടെ പ്രശ്നം എന്താണ്? ഈ കാസയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഈ കുടുംബങ്ങളിലേക്ക് മുസ്ലിം ഏതെങ്കിലും ഒരു പെൺകുട്ടി, ക്രിസ്ത്യനിൽ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മുസ്ലിം പയ്യനുമായി പ്രണയത്തിലാകുന്നു, അവർ വിവാഹം കഴിക്കുന്നു. ഇവിടെ പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ജാതി മത വർഗമൊന്നും നോക്കിയിട്ടല്ലല്ലോ ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ നമ്മൾ ജനറലി ചിന്തിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവാവിന് ഒരു യുവതിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു. അതിനെ ലവ് ജിഹാദ് എന്ന് വിളിച്ച് നമ്മൾ അടങ്കൽ അതൊരു ജിഹാദാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇവിടെ ഈ പറയുന്ന ഇടയലേഖനം വരെ ഇറക്കി ഇങ്ങനെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി കൊടുത്തിട്ട് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു ഇത് നടത്തിയപ്പോൾ ആ ബിഷപ്പിനെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം പണ്ഡിതനാണ് എന്ന് പറഞ്ഞു, പണ്ഡിത പദവി കൊടുത്തു. അപ്പം ഇതൊക്കെ ചെയ്ത നാടായി മാറിക്കൊണ്ടിരിക്കും. അതായത് മുസ്ലിങ്ങൾ എവിടെയെങ്കിലും അല്പം വർഗീയത പറഞ്ഞാൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ SDPA-യോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീവ്രവാദികൾ. ഇവ ഈ കാസ പോലെയുള്ള നീചമായ വർഗീയത പ്രചരിപ്പിക്കുന്ന, മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തോട് ആഹാ എന്നുള്ള സമീപനം. അതായത് അവരാരും ഒരു തെറ്റും ചെയ്യുന്നില്ല, അവരൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ്, അവരൊക്കെ ഈ പറയുന്നതൊക്കെ സത്യമല്ലേ എന്നുള്ള തരത്തിൽ ചിന്തിക്കുകയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി, ഇടത് പാർട്ടികൾ എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് KJ ജേക്കബ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൻ്റെ ചില വിശേഷങ്ങൾ പറയാം. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസ എന്ന് പറയുന്നതിനെ ഒരു ക്രിമിനൽ സംഘം എന്നുള്ള നിലയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം തീ പിടിപ്പിക്കുന്ന, അതായത് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന നുണകൾ പറഞ്ഞ് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാനും ക്രിസ്ത്യൻ സമുദായത്തെ വർഗീയവൽക്കരിക്കാനും കൊണ്ടുപിടിച്ച് ശ്രമം തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. ആര്? കാസ എന്ന് പറയുന്ന തീവ്രവാദികൾ പച്ച നുണകൾ പ്രചരിപ്പിക്കുന്നു. പച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിൽ ഈ പറയുന്ന മുസ്ലിം വിദ്വേഷം കുത്തിനിറയ്ക്കുന്നു. അങ്ങനെ ക്രിസ്ത്യൻ മതേതരമായി ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ട് പോരുന്ന ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾക്കിടയിൽ വർഗീയവൽക്കരണം ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ഇവർ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരക്കാര്യത്തിൽ വൻ വിജയമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അവർ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ അവർ വിജയിച്ചു. നമുക്കറിയാം, ഇപ്പോഴും അറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അറിയാം. മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് വിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിർമ്മിക്കുന്ന കേക്കുകൾ ഈ പറയുന്ന ക്രിസ്മസിന് വാങ്ങരുത് എന്ന് പറയുന്ന തരത്തിൽ വരെ എത്തി. ഈ വൃത്തികെട്ട മതം, വൃത്തികെട്ട നുണപ്രചരണം, വൃത്തികെട്ട നുണപ്രചരണം അങ്ങനെ പറയുന്നതാണ് ശരി. ഈ കാസ വളരുന്നതിന് ആരാണ് പരിപോഷിപ്പിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാസയ്ക്ക് വേണ്ട വളവും വെള്ളവും ഇട്ടുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നത് ആരാണ് എന്നുള്ള ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ രീതിയിൽ, ഇത്ര നീചമായ രീതിയിൽ
ഈ അവരുടെ ഈ മുസ്ലിങ്ങളുടെ കടകളിൽ ഉണ്ടാക്കുന്ന കേക്ക് ഈ ക്രിസ്മസിന് ആരും വാങ്ങരുതത്രേ. ഈ രീതിയിൽ വരെ വൃത്തികെട്ട നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കാസക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾ ഈ പറയുന്ന 2 ക്രിസ്ത്യാനികളിൽ ഒരാൾ, അതായത് 50% ആളുകൾ, അതാണ് 2 ക്രിസ്ത്യാനികളെ എടുത്താൽ അതിലൊരാൾ മുസ്ലിം വിദ്വേഷം കൊണ്ടു നടക്കുന്നു. ഇതുവരെ ഉണ്ടാകാത്ത ഒരു കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 50% ക്രിസ്ത്യാനികളുടെ ഉള്ളിലും മുസ്ലിം വിദ്വേഷം നിറഞ്ഞിരിക്കുന്നു. അവരാണ് ഈ കാസയായി മാറുന്നത്. CPM-നും ഇടതു പാർട്ടികൾക്കും ഇത് മനസ്സിലാകേണ്ടതാണ്. പക്ഷേ മനസ്സിലായതായി കാണുന്നില്ല. ഒരു ജാഗ്രതാ മുന്നറിയിപ്പും ക്രിസ്ത്യൻ സമുദായത്തിന് നൽകിയതായി കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, യാതൊരു തെളിവുമില്ലാതെ ഒരു സഹോദര സമുദായത്തെ ആകെ ആക്ഷേപിച്ച ഒരു ബിഷപ്പിന് പണ്ഡിതൻ ബഹുമതി നൽകി ആദരിച്ച ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. പിന്നെ പറയുന്നുണ്ട് ഈ മെക്സവനെ കുറിച്ചാണ്. ഈ വ്യായാമ പരിപാടിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം സുഡാപ്പി ആസൂത്രണമാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനുള്ള സാധ്യതയാണ് അധികവും. അതിനെതിരെയുള്ള ആദ്യ ജാഗ്രതാ നിർദ്ദേശം വന്നത് മുഖ്യധാര മുസ്ലിം സമുദായ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ്, സമസ്തയിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മതരാജ്യ ലക്ഷ്യത്തെ എതിർക്കുകയാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു ടീമാണ്, ഒരു സംഘടനയാണ് സമസ്ത എന്ന് നമുക്കറിയാം. മതരാജ്യ എന്ന് പറയുന്ന ലക്ഷ്യത്തെ ഞങ്ങൾ എതിർക്കുന്നു. ലീഗിന് കൊടുത്ത ഒരു മുന്നറിയിപ്പായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്ത മുന്നറിയിപ്പായിരുന്നു അത്. ഞങ്ങൾ എതിർക്കുന്നു. സമസ്ത ഒരുപക്ഷെ വർഗീയമായി ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു മറ്റു മതങ്ങളോടുള്ള ഒരു വിദ്വേഷം ഏറെയൊന്നും വളരുന്നില്ല. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു വലിയ രാജ്യം ഇവിടെ ഉണ്ടായി കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല. പതിറ്റാണ്ടുകളായി സമുദായം പുലർത്തുന്ന ആ ജാഗ്രതയാണ് സുഡാപ്പി, ജമാഅത്തെ ഇസ്ലാമി, മദനി പ്രതിഭാസങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടും ഇപ്പോഴും സമുദായത്തിന്റെ വേലിക്ക് പുറത്തു നിൽക്കാൻ കാരണം. ഒരുപക്ഷെ ഇങ്ങനെ ഉള്ള ഒരു ജാഗ്രതയുണ്ട്. ഇവിടെ ഒരു മതരാജ്യം ഉണ്ടാകാൻ തങ്ങളാരും ആഗ്രഹിക്കുന്നില്ല എന്ന സമസ്ത നേതാവിന്റെ വിളംബരം പോലെ ഇവർ നടത്തുന്ന ഒരു ജാഗ്രതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ജമാഅത്തെ ഇസ്ലാമിയും മദനിയും BDP-യും ഒക്കെ ശ്രമിച്ചിട്ടും, അല്ലെങ്കിൽ അവരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടും ഇതിനെയെല്ലാം, ഈ ശക്തികളെയെല്ലാം ഈ തങ്ങളുടെ വേലിക്ക് പുറത്തു നിർത്താൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെയോ അതുകൊണ്ട് സമുദായത്തിന്റെ പേരിലുള്ള ജാഗ്രത പൊടിക്ക് കുറയ്ക്കുന്നത് നന്നായിരിക്കും. കാസക്കാരോടാണ്. സമുദായത്തിന്റെ പേരിൽ ഇങ്ങനെ ഞങ്ങളുടെ സമുദായത്തിലേക്ക് മുസ്ലിം സമുദായം ഇരച്ചു കയറുന്നു, അവരൊന്ന് ഇവിടെ ജിഹാദുകൾ നടത്തുന്നു, ലവ് ജിഹാദ് നടത്തി ഞങ്ങളുടെ പെൺപിള്ളേരെ കൊണ്ടുപോകുന്നു. ഈ രീതിയിലുള്ള ഒരു ജാഗ്രതയുണ്ടല്ലോ, നമ്മൾ കരുതിയിരിക്കണമെന്ന് പറയുന്ന ഒരു ജാഗ്രത, അത് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കണം. ഒപ്പം മതരാജ്യവാദികൾ കൊടുക്കുന്ന പ്രാധാന്യവും കൂടാതെ പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടുകൂടി ചെറിയ കാലത്തിനുള്ളിൽ ഭീതിതമായ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യത്തിലും ഈ ജാഗ്രത കാണിക്കണമെന്ന് CPM നേതൃത്വം അഭ്യർത്ഥിക്കുന്നു. അതായത് മറ്റൊന്നുമല്ല, അതിനകത്ത് കൃത്യമാണ്. ഒപ്പം മതരാജ്യവാദികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്ന് രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ക്രിസ്ത്യാനികളെ തീവ്ര മുസ്ലിം വിരോധികളാക്കി മാറ്റുന്നത് മതരാജ്യവാദികൾ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ അധിഷ്ഠിതമാണെന്നും ആ ഹിന്ദുമതത്തിന് വേണ്ടി ആ ഹിന്ദു രാജ്യത്തെ ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് ഈ ലോകമായ ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ട് എല്ലാ പള്ളികളുടെയും മേലെ ചുവടെ എന്തോ ക്ഷേത്രങ്ങളുണ്ടെന്നും വിഗ്രഹങ്ങളുണ്ടെന്നും കിണറുകളുണ്ടെന്നും പറഞ്ഞു കിടക്കുന്ന ഒരു മതരാജ്യവാദികൾ എന്ന് പറയുന്ന BJP RSS ടീം, ഇവരുടെ ഒരു നുഴഞ്ഞുകയറ്റം ഇവിടെ നടക്കുന്നുണ്ട്. ഇവരാണ് സത്യത്തിൽ ഈ ക്രിസ്ത്യാനികളെ ഈ രീതിയിൽ തീവ്ര മുസ്ലിം വിരോധികളാക്കി മാറ്റിയിരിക്കുന്നത്, കാസ എന്ന് പറയുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയതിൻ്റെ പിന്നിലുള്ളത്. ഇതിനെ അദ്ദേഹം തുറന്നെഴുതുകയാണ്. അപ്പോൾ ഇതിനെ ഈ കാര്യത്തിൽ ജാഗ്രത CPM പുലർത്തുന്നില്ല. CPM എന്തോ അവിടെ അടഞ്ഞ ഒരു മനോഭാവം പുലർത്തുന്നു. ഈ രീതിയിൽ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു BJP-യുടെയും RSS-ന്റെയും പിന്തുണയോടുകൂടി തീവ്ര മുസ്ലിം വിരോധം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ക്രിസ്ത്യൻ വിഭാഗം ഇവിടെയുണ്ട്. അതിനെ തിരിച്ചറിയാൻ CPM എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം. എന്തുകൊണ്ട് അതിനെതിരായി ഒരു ജാഗ്രതാ പഠനം ഇവിടെ നടക്കുന്നില്ല? അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നില്ല? അല്ലെങ്കിൽ തങ്ങളുടെ പേരിൽ മാത്രം കാണിക്കുന്ന ഈ അതിജാഗ്രതയോടുള്ള മുസ്ലിം സമുദായത്തിന്റെ പ്രതികരണം ഇടതുപക്ഷത്തിന് ഗുണകരമാകില്ല. അതായത് ഈ പറയുന്ന മുസ്ലിം തീവ്രവാദം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
അതുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും ജാഗരൂകരായിരിക്കണം, നിങ്ങളിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ തീവ്രവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കുറിച്ച്, അവരെക്കുറിച്ച് മറ്റുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യത്തിൽ കാസ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഇവിടെ ഇതേ അവസ്ഥയിൽ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സത്യത്തിൽ പാർട്ടിക്ക് ദോഷകരമായി മാറും. അതായത് കാസയെ സംരക്ഷിച്ച് പിടിക്കുകയും കാസയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും സംരക്ഷിച്ച് തൊടാതെ അവരെ സംബന്ധിച്ച് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാതെ പകരം ഈ പറയുന്ന മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമാണ്, അതോടൊപ്പം തന്നെ SDP-ക്കാർ പ്രശ്നമാണ്, തീവ്രവാദികളാണ്, പോപ്പുലർ ഫ്രണ്ടുകാർ പ്രശ്നമാണ്, അവരും തീവ്രവാദികളാണ്, PDP-ക്കാർ തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നതിന് പകരം കാസയെ എന്തുകൊണ്ട് കാണുന്നില്ല? അങ്ങനെ കാസയെ കാണാതിരുന്നാൽ സംസ്ഥാനം ഒരുപക്ഷെ വേറൊരു തരത്തിലേക്കായിരിക്കും പോകുന്നത്. CPM-നെ അത് വലിയ പ്രതികൂലമായ തോതിൽ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും CPM ഇക്കാര്യത്തിൽ കാസയുടെ ഈ ഒരു വലിയ പരിണാമത്തിൽ വളർച്ചയിൽ തടയിടേണ്ടത്, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് തടയിടേണ്ടത് അനിവാര്യമായ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ കരുതാം.